തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുവിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. 2 ദിവസത്തിനകം താൻ നേരിട്ട് വീട്ടിലേക്ക് എത്തും. സംഘത്തിലെ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ചേട്ടാ ഒന്ന് ഫ്രണ്ട് ചേട്ടാ ആരോഗ്യമന്ത്രി വീണ ജോർജ് ബിന്ദുവിൻ്റെ അത് പണി എന്ന് ആരംഭിക്കണം, നാളെ ആരംഭിക്കണം, നാളെ ആരംഭിക്കണം. അത്രത്തോളം അപ്പൊ അവിടെ ഒരു താൽക്കാലിക ആലോചിച്ചിട്ടില്ല. ഇല്ല, അത് മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കണം കേട്ടോ. മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് മുഖ്യമന്ത്രി നമ്മളോട് അനുകൂലമാണ്. ഞാൻ എനിക്കറിയാം ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് എന്റെ വിളിച്ചല്ലോ, മിനിസ്റ്റർ സംസാരിക്കല്ലോ. അടുത്തടുത്ത് വീടുകൾ ബിജുവിന്റെ ചേർത്തിര വീടാണ്. അപ്പൊ അവിടെ കിടക്കുക നമുക്ക് വയ്യ, അങ്ങനെ തകർന്നു ഇങ്ങോട്ട് വന്നതിന് ഇത് സാറിന് അറിയാം, എല്ലാം അറിയാം. ഞാൻ പറഞ്ഞില്ലേ ഇവരെ ഇത് മീഡിയ വഴി എല്ലാം വന്നില്ലയോ, ഇതെല്ലാം ഇവിടുത്തെ കുടുംബത്തിലെ കാര്യം. എന്താണോ വേണ്ടത് അത് ഞങ്ങൾ ചെയ്തു തരുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ മന്ത്രി സംസാരിച്ചു ഗിരീഷ്. അപ്പം ഇപ്പൊ ഈ ഞങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോയതും വരികയും ചെയ്ത് അഡ്മിറ്റ് ചെയ്തതും പുള്ളിയുടെ വണ്ടിക്കകത്താണ്. അപ്പൊ പുള്ളിക്ക് എറണാകുളത്ത് ഒരു ചെറിയ പരിപാടിയുണ്ട്. ആ ചെറിയ പരിപാടി നിൽക്കുക അങ്ങനെയാണ് ഈ ഓടിക്കൊണ്ടിരിക്കാറ്. അങ്ങനെയാണ് ആ വ്യവസ്ഥയിലാണ് നമുക്ക് ഈ അത്യാഗ്രഹം ചെയ്യുന്നത്. ഞാൻ 2-3 ദിവസം ഇന്ന് ഞാൻ ഒരു ശകലം നോർമലായി. ഇന്ന് ഞാൻ ഇവരൊക്കെ എൻ്റെ പെങ്ങന്മാരായിട്ട് മൂത്ത പെങ്ങാണ്. പിന്നെ ആ ഇളയ പെങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അപ്പോഴ് ഈ ഇന്ന് ബിന്ദുവിന്റെ അവസാന വാക്കാണ്. ബിന്ദു എന്തെങ്കിലും പറഞ്ഞാല് അത് അമ്മയ്ക്ക് തൊട്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ മരണം അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല. വിളിച്ചു പറയുക ആരാണ്ട് ഒരു തള്ള വിളിച്ചു പറഞ്ഞാൽ ഞാൻ വിളിച്ചു പറഞ്ഞില്ല ബിന്ദു മരിച്ചത്. അവൾ ഇവിടെ താഴെ കിടക്കും, ഞാനിവിടെ കിടക്കും. ഞാൻ നോക്കും എൻ്റെ ഭാര്യ അപ്പൊ ഞാൻ ഇരിക്കാൻ എൻ്റെ ഭാര്യയെ കാണാനില്ല. അവിടെ കിടക്കില്ല, കത്തിച്ചു തീർത്ത്. ഞാനിപ്പോഴും പറയാം നല്ല വ്യക്തിയായിരുന്നു. 100% സത്യത്തിന്റെ കൂടെ പുറത്തുള്ളൂ. ഞാൻ എന്തെങ്കിലും കൊലസ്റ്റ് പറഞ്ഞാലും എന്റെ ഭാര്യ അതിനൊന്നും ഒരു അണിനിര ബലി എനിക്കത്തില്ല. അത് സത്യത്തിന്റെ കൂടെ എനിക്കത്തുള്ളൂ. ഇവിടെ ഈ ടിവിക്കകത്ത് ഈ കുഞ്ഞുങ്ങളൊക്കെ പോകും, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ തീർച്ചയായും ഇപ്പൊ എന്റെ മനസ്സിൽ കൂടി എത്തത്തില്ല. മരിച്ചത് ഇപ്പോഴും നിലവിലുണ്ടെന്നാണ് പറഞ്ഞത്. മക്കളും അങ്ങനെ തന്നെ, മക്കൾക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. അവർക്ക് അത്രയും പക്വതയില്ല. ആ പക്വത കുറവായതുകൊണ്ട് അവർക്ക് അമ്മ മരിച്ചു പോയ വേർപാടിൽ അവരിപ്പോഴും തളർന്ന് അവിടെ കുത്തിക്കിടക്കുക.